അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ വറുത്തരച്ച മീൻ കറിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വെക്കണത് തന്നെയാണ്. അപ്പോൾ ഇത്രയും തേങ്ങ ഇന്നത്തെ കറിക്കല്ല കേട്ടോ. ഇത് ഞാൻ എന്തായാലും നമുക്ക് കറിക്ക് വറക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തോനെ വറുത്തരച്ചാൽ നമുക്ക് കുറേ ദിവസത്തിനുണ്ടാവുമല്ലോ. 2 മാസത്തിനൊക്കെ എനിക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതുപോലെ ചെയ്തേക്കലാണ്. നമുക്ക് മുട്ടക്കറിക്കോ ചിക്കൻ കറിക്കോ രാവിലത്തെ പലഹാരത്തിനൊക്കെ നല്ലതല്ലേ. പെട്ടെന്ന് എടുക്കുക, അരക്കുക, ഒഴിക്കുക. വറക്കാനല്ലേ നമുക്ക് മടി. അപ്പോൾ ഇതാ കറിവേപ്പില തോനെ ഇട്ടെടുത്തിട്ട് നമ്മളെ വീട്ടിലത്തെ കറിവേപ്പിലയാണ്. അപ്പോൾ പിന്നെ എത്ര വേണമെങ്കിലും ഇട്ടെടുക്കാമല്ലോ. അപ്പോൾ നല്ലോണം വറുത്തിട്ട് തണുത്തതിൻ്റെ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. കുറേ ദിവസത്തിനുണ്ടാവും. നമുക്ക് 2-3 സ്പൂണിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ മീൻ കറിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാൻ കുമ്പളനും മീനും കൂടെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ കുമ്പളങ്ങയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ. പിന്നെ പാലക്കാടൊക്കെ മാന്തളും കുമ്പളങ്ങയും കൂടെ പച്ചത്തേങ്ങ അരച്ചിട്ട് വെക്കും കേട്ടോ. പാലക്കാട് അല്ലെങ്കിൽ നാടൻ കറികളൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും വെക്കലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വറുത്തരച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക. അതിൽ പെട്ടെന്ന് പുളി കൂടും കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ പിന്നെയെന്ന് വെച്ചാൽ എരിവും പുളിയൊക്കെ ഇത്തിരി അത്യാവശ്യം വേണം കറിക്ക്. അപ്പോൾ ഇതാ മല്ലിയും മുളകും കൂടെ ഓരോരോ ടീസ്പൂൺ എടുത്തിട്ട് നല്ലോണം വറുത്തിട്ടാണ് ഇടുന്നത്. ഏത് കറിക്കായാലും നമ്മൾ ഇനി പൊടിച്ച് വെച്ചതാണെങ്കിലും കൂടെ മല്ലിയും മുളകും കൂടെ ഒന്ന് വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. ഞാൻ അങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ അതാ തിളച്ചതിന് ശേഷം മീനും ഇട്ടെടുത്തിട്ട് മീൻ വേവുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക തേങ്ങ അരച്ചിട്ട് തരാം. ഒരു 2-3 സ്പൂണ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മിക്സിയൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് കുറുന്നനെ വേണം. അപ്പോഴാണ് കറി രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ല തിളച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, വറവിടാം. അപ്പോൾ എല്ലാവർക്കും അറിയണതൊക്കെ തന്നെ ഇക്കാരം. എന്നാലും ഞാനിങ്ങനെ കേട്ടോ വെക്കൽ. നല്ല രസം ഉണ്ടായിരുന്നു കറി. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ലേശം വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറവിടണത്. ലേശം ഉലുവ ഇട്ട് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. അത് തൊലിച്ചുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് എന്താട്ടി ഒരു അര കഷ്ണം സവാള ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവിട്ടാൽ നമ്മളെ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.